സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. മാക്സ് വെഡിംഗ് സെന്റർ, നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത, ഇനി വളാഞ്ചേരിയിൽ. വല്ലപ്പുഴ ഞാളച്ചിറക്കുളം നവീകരിച്ച യുവ പ്രതിഭാ ക്ലബ്ബ്. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഞാളച്ചിറക്കുളമാണ് യുവപ്രതിഭാ ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുകയായിരുന്ന കുളം ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ശുചീകരണ പ്രവർത്തനം. പ്രതിഭാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുവപ്രതിഭാ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ കണ്ട ആളുകളെല്ലാവരും കൂടി ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും, നാട്ടുകാരുണ്ട്, യുവപ്രതിഭയുടെ മെമ്പർമാരുണ്ട്, യുവപ്രതിഭയുടെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, എല്ലാവരും ഉണ്ട്. രാവിലെ 8 മണി മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ്. ഒരുപാട് വീടുകളിലേക്ക് 300ഓളം വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ആശ്രയിച്ചിരുന്ന ഒരു കുളമായിരുന്നത്. ഇത് 2 വർഷത്തോളമായിട്ട് ഇത് പായലും ചണ്ടിയും നിറഞ്ഞിട്ട് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇത് ഏകദേശം എല്ലാ സുഹൃത്തുക്കളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി, ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം ക്ലിയറായി വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ക്ലബ് പ്രസിഡന്റ് PMS നിസാർ, സെക്രട്ടറി V വീര, മോനുണ്ണി, കുഞ്ഞു, മോജിൻകുട്ടി, VM ഹംസ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കുളത്തിന്റെ ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. ഈ കുളത്തിൻ്റെ പുനർനിർമ്മാണം വലിയ ഒരു പദ്ധതിയായിട്ടാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയത്. പക്ഷെ അത് നിർമ്മിച്ച് അധികം വൈകാതെ തന്നെ അതിൻ്റെ 2 ഭാഗങ്ങൾ ഇടിഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പുനഃസ്ഥാപിച്ചാലാണ് ഈ കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ക്ലബ്ബ് ആ വിഷയത്തിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വല്ലാതെ വൈകാതെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്ലബിൻ്റെ ഈ പ്രവർത്തനത്തിനുള്ളൊരു അംഗീകാരം എന്ന നിലക്ക് കൂടി ഈ കുളം അതിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗം കൂടി പുനർനിർമ്മിക്കണമെന്ന് ഈ 2 ഭാഗം അവിടെ കൈവരികൾ അത് പഞ്ചായത്ത് എന്തായാലും പുനർനിർമ്മിക്കണം.